നമസ്കാരം. തമ്മിൽ തീണ്ടാത്തതിനെ പലവിധ കള്ളിയിലാക്കി ദൈവമെന്ന് പറയും പോലെ തമ്മിൽ ചേരാത്തതിനെല്ലാം ഒരേ വേദിയിൽ കൊണ്ടിരുത്തിയ സതീശൻ മനോഹരമായി ഒരു കാഴ്ചയാണ് സമ്മാനിച്ചത്. ഇങ്ങനെ സകലതിനെയും തൻ്റെ സത്യപ്രതിജ്ഞ കാണാൻ നിരത്തിയിരുത്തിയ ബുദ്ധി അപാരം. അതിഥിയായിട്ട് ക്ഷണിച്ചതിനെ ഒന്നും വേദിയിൽ കയറ്റി ഇരുത്തരുതെന്ന് പറഞ്ഞ് ഗവർണർ അദ്ദേഹം മസിൽ പിടിച്ചെങ്കിലും സതീശൻ അയഞ്ഞില്ല. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പുതിയ മുഖ്യമന്ത്രിയുടെ പടിയേറ്റ് കാണാൻ അതേ വേദിയിലിരിക്കുന്ന കാഴ്ച കേരള ചരിത്രത്തിൽ ആദ്യമാണ്. മൊട്ടത്തലയും കുടുമയും ചേർത്ത് കെട്ടിയ പോലെ ഒരനുഭവം. ആൾസാഗരത്തിൻ്റെ മുമ്പിൽ പിണറായി സൂര്യൻ എരിഞ്ഞമരുന്നതും സതീശൻ കത്തിജ്വലിക്കുന്നതും ജനം കണ്ടു. വനവാസത്തിന് പോകേണ്ടവൻ താനിരുന്ന കസേരയിൽ ഇരിപ്പുറപ്പിക്കുമെന്ന് ആരറിഞ്ഞു? എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും പിണറായി സാർ വന്നല്ലോ എന്നത് സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. പിണറായി വേദിയിലേക്ക് കയറുന്ന രംഗം LED വാളിൽ കണ്ട പ്രവർത്തകർ കൂവി വിളിച്ചു. താനിരുന്ന വേദിയിൽ വെച്ച് സിദ്ദിഖിനെ കമ്മിക്കൂട്ടം കൂവിയപ്പോൾ ഒരു വാക്കുപോലും പറയാത്ത മനുഷ്യന് ഇതൊരു തിരിച്ചടി തന്നെയായിരുന്നു. പിണറായി ചെന്നിരുന്നത് ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞ് തന്നെ ആക്ഷേപിച്ച് രേവന്തയുടെ അരികിലായിരുന്നു. ഈ രേവന്തനെയാണ് പിണറായി ഡാഷിട്ട് മോനെ വിളിച്ചത്. ഇരുവർക്ക് നടുക്ക് വേണുഗോപാൽ ഇരുന്നത് വളരെ കാര്യമായി. അല്ലെങ്കിൽ പണ്ട് ബ്രണ്ണനിൽ കാണിച്ച പ്രത്യേകതരം ഒരു ഏക്ഷൻ പുറപ്പെടുവിച്ചേനെ. പഴയ പോലെ ഏക്ഷനൊന്നും കാണിക്കാൻ വയ്യാത്തത് കൊണ്ട് അടങ്ങിയിരുന്നു എന്ന് മാത്രം. എന്തായാലും പിണറായി കണ്ണുകെട്ടിയ കുതിരയെപ്പോലെ ഇരുന്നതിനാൽ രേവന്തിനെ കണ്ടതേയില്ല. ഹലോ അണ്ണാ, ഇറങ്ങിപ്പോകുമല്ലേ എന്നോ മറ്റോ രേവന്ത ചോദിച്ചിരുന്നെങ്കിൽ അത് നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു വിട്ടേനെ. ഖാർഗേജി മുതൽ രാഹുലും രാജീവ് ചന്ദ്രശേഖറും മുഖ്യമന്ത്രിയും നിയുക്ത മന്ത്രിമാരും ഇരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ ഫെമിന മിസ് കേരള റാമ്പിലൂടെ ചുവട് വയ്ക്കും പോലെ ഗോവിന്ദൻ പോകുന്നത് കണ്ടു. അത് കുളിര് പകരുന്ന ഒരു കാഴ്ചയായിരുന്നു. പിണറായി ദയനീയമായി നോക്കിയെങ്കിലും ഗോവിന്ദൻ ആ കെട്ട സൂര്യനെ കണ്ടതേയില്ല. രാഹുലിനോടുമൊക്കെ കുശലം പറഞ്ഞ് നടന്നു നീങ്ങിയ ഗോവിന്ദൻ എവിടെയോ പോയി ഒളിച്ചു. നമ്മുടെ ഗവർണർക്ക് പല കാര്യങ്ങളും സുഖിച്ച മട്ടല്ലായിരുന്നു. വിശിഷ്ടാതിഥികളെ വേദിയിൽ കയറ്റി ഇരുത്തിയത് ഇഷ്ടപ്പെട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്തവർ തങ്ങൾക്ക് വേണ്ടപ്പെട്ട നേതാക്കന്മാരെ ചെന്ന് കുമ്പിട്ടതൊന്നും രസിച്ചിട്ടില്ല. ഇനി നാളെ മുതൽ ഏറ്റുമുട്ടാനുള്ളതാണ്. ഭാരതാംബയുടെ ചിത്രം ലോക്ഭവനിൽ ഇരിക്കുന്നത് കണ്ട് സതീശനും സംഘവും ഇറങ്ങി ഓടില്ല എന്നതിലെ അല്പം ആശ്വാസമുള്ളൂ ഗവർണർക്ക്. ചടങ്ങിൽ ചൊല്ലിയ വന്ദേമാതരത്തിൻ്റെ വരികൾ കൂടിപ്പോയതാണ് റിയാസ് മരുമോനെ അസ്വസ്ഥനാക്കുന്നത്. സുജലാം സുഫലാം മലേജ ശീതളാം എന്നൊക്കെ പാടുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണി ഒന്നും അത്രയ്ക്കങ്ങോട്ട് പിടിച്ചിട്ടില്ല. സതീശൻ പറഞ്ഞു വിലക്കണമായിരുന്നത്രേ. ഗായക സംഘം വന്ദേമാതരത്തിൻ്റെ റിഹേഴ്സൽ സതീശന് മുമ്പിൽ നടത്തിയിരുന്നില്ല സഖാവേ. ഇനിയെങ്കിലും നിങ്ങൾ തിരികെ ഭരണത്തിൽ വന്നാൽ വേടൻ്റെ തെറിപ്പാട്ടും വേണമെങ്കിൽ പുഷ്പനെ അറിയാമോ എന്ന രക്തസാക്ഷിപ്പാട്ടും പാടിക്കോ. വേണ്ടാത്ത വരികൾ പാടിയപ്പോൾ അമ്മാതിരി പാട്ടൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് പിണറായി വിജയൻ എന്താ ഇറങ്ങിപ്പോകാതിരുന്നത്? അതല്ലേ ഹീറോയിസം? വന്ദേമാതരം സഹിക്കുന്നില്ല എങ്കിൽ വന്ദേ ഭാരതിലും കയറരുത്. കേരളയിൽ വന്നിട്ട് കയറിയാൽ മതി. ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒക്കെ ജനം കൂവിയെങ്കിലും വർഗവഞ്ചകന്മാർക്ക് ചുറ്റും ആരാധകരുടെ പ്രളയമായിരുന്നു. അവരുടെ മുമ്പിലൊന്നും പെടാതെ ഗോവിന്ദൻ അപ്രത്യക്ഷനായത് നന്നായി. CM സതീശൻ മനഃപൂർവ്വം പിണറായി വിജയനെ ആക്ഷേപിക്കാനായി ഓരോന്ന് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ ചെറ്റയെന്ന് വിളിച്ച സുധാകരനെ പിടിച്ച് പ്രോട്ടൈം സ്പീക്കർ ആക്കുമോ? ഈ പുള്ളിയുടെ മുമ്പിൽ വേണം പിണറായി വിജയൻ ധർമ്മടം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ. ആളെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോകാനാണ്? നാശം പിടിക്കാനായിട്ട് ഏത് നേരത്താണ് വീണ്ടും വരണമെന്ന മോഹവുമായി പാർട്ടിയുടെ അണ്ണാക്കിൽ ഒരുപിടി മണ്ണ് വാരിയിട്ട് കരിഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഗത്തിൽ മത്സരിക്കാൻ തോന്നിയത്? പിണറായി ചെറ്റയെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ ഞാൻ ഇനിമേൽ കഷ്ടം എങ്ങനെ കണ്ണാടി നോക്കുമെന്ന് വൈലോപ്പള്ളി പാടിയ പോലെ ചിന്തിച്ചിരുന്ന സുധാകരൻ വീണ്ടും സഭയിലെത്തുമെന്ന് പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അമ്പലപ്പുഴ ഇടതുകോട്ടയാണ് തകരില്ല എന്നാണ് പറഞ്ഞു നടന്നത്. കണ്ണൂർ കോട്ട ഇടിഞ്ഞ് നിലംപരിച്ചായി പിന്നല്ലേ അമ്പലപ്പുഴ. സത്യപ്രതിജ്ഞയ്ക്കിടയിൽ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറഞ്ഞത് കമ്മികൾക്ക് ദഹിച്ചിട്ടില്ല. ഈ മേനോൻ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നാണ് ചോദ്യം. ദാമോദര മേനോൻ അദ്ദേഹത്തിൻ്റെ തന്തയായതുകൊണ്ടല്ലേ സഖാക്കളെ ആ പേര് പറഞ്ഞത്? സഖാക്കൾ വരേണ്യത ആരോപിക്കുമെന്ന് കരുതി ദാമോദര മേനോൻ എന്ന പേര് മാറ്റി അച്ഛൻ്റെ പേര് ദാമോദര പണിക്കരെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ തരാതരത്തിന് മാറ്റാൻ പറ്റുന്നതാണോ സഖാക്കളെ പിതൃത്വം? സതീശൻ്റെ പുറകെ പടം പിടിക്കാൻ നടക്കുകയാണ് ചിലരിപ്പോൾ. ഏതാൾക്കൂട്ടത്തിലും ആരാധകരുടെ വേഷത്തിൽ കമ്മി സൈബറുകൾ കടന്നുകൂടിയിട്ടുണ്ട്. സതീശൻ ശോഭിക്കുന്നുണ്ടോ? മുഖഭാവം മാറുന്നുണ്ടോ?
വിരലുകൾ കൊണ്ട് അശ്ലീലം വല്ലതും കാണിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ സൂക്ഷ്മമായി അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ശൈശവ നിഷ്കളങ്കതയും കരുണാകരൻ്റെ കുസൃതിയും രമേശിൻ്റെ ഓമനത്വവും സമം ചേർന്ന ഒരര പിണറായി വിജയനാണ് സതീശൻ. ആവക ഗുണങ്ങൾക്കൊപ്പം അര പിണറായി എന്ന ദോഷവും കൂടി ചേർന്നതാണ് BD. മാന്താൻ ചെന്നാലോ ചൊറിയാൻ ചെന്നാലോ മാത്രമേ അര പിണറായി ആകൂ. വേദിയിലെത്തിയ രാഹുലിനും പ്രിയങ്കയ്ക്കും സതീശനും കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ ആരവങ്ങളും കരഘോഷങ്ങളും ഇഷ്ടം പോലെ കിട്ടിയെങ്കിലും ഗ്രൂപ്പ് തലൈവർ KC വേണുഗോപാലിന് കുറേ MLA ശിങ്കടികളല്ലാതെ പ്രവർത്തകരാരും ഇല്ലാതെ പോയി. VD സതീശന് നല്ല മുഖ്യമന്ത്രിയാകാൻ അധിക ഗൃഹപാഠമൊന്നും ആവശ്യമില്ല. എങ്ങനെ പിണറായി വിജയൻ ആകാതിരിക്കാമെന്ന് മാത്രം പരിശീലിച്ചാൽ മതി. നാടാകെ തലകൾ വെച്ച് വെറുപ്പിച്ച പിണറായിയുടെ അനുഭവം അറിയാവുന്നത് കൊണ്ടാകാം സത്യപ്രതിജ്ഞയുടെ വേദിയിൽ തൻ്റെ തല പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തെ സതീശൻ എതിർത്തു. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം രേഖപ്പെടുത്താതെയായിരുന്നു വേദിയിൽ പിൻവശത്ത് ബോർഡ് സ്ഥാപിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ പോയി മന്ത്രിസഭ വിരുന്നുണ്ടു. അവർ വെജിറ്റബിൾ പപ്സും ഫിഷ് ഫിംഗറും ചിക്കൻ ഡ്രംസ്റ്റിക്കും കഴിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് വന്നവന്മാർ തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദാഹിച്ചു വലഞ്ഞ് മോഹാലസ്യപ്പെട്ട് പല്ലും കോത്ത് വീണതായും വാർത്തയുണ്ട്. അതാണ് സാർ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സൗന്ദര്യം. പക്ഷേ കടുത്ത ഒരു സ്ത്രീവിരുദ്ധതയ്ക്കും സത്യപ്രതിജ്ഞാവേദി സാക്ഷ്യം വഹിച്ചു. അതിജീവിതകൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച പറവൂരിലെ ആ റിനിക്കുട്ടിയെ കൊങ്ങികൾ കൂവി വിളിച്ചു. ആ കടുത്ത കൂവലുകൾക്കിടയിലും ചിരിമായാതെ ആ കുട്ടി കടന്നുപോയി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂവിയതിൻ്റെ ഒരു കാവ്യാത്മകമായ തിരിച്ചടിയായിരുന്നു അത്. ആ പെൺകുട്ടി തൻ്റെ പിതൃതുല്യനായ മുഖ്യനൊരു പരാതി കടലാസിൽ എഴുതി കൊടുത്താൽ എന്താകും സ്ഥിതി? എൻ്റെ കൊച്ചിനെ നീയൊക്കെ കൂവുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് സതീശനുടൻ അന്വേഷണത്തിന് ഉത്തരവിടും. അതോടെ പോലീസുകാർക്ക് കൊങ്ങികളെ തൂക്കേണ്ടി വരും. പിന്നീടുണ്ടാകുന്ന ആരാധകരുടെ മനോനിലയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുമോ? കയ്യടി കൂവലായി മാറാൻ നിമിഷം മതി സതീശൻ സാറേ. പിതൃതുല്യനായി കരുതി വന്ന പെണ്ണുങ്ങളൊക്കെ ഒടുവിൽ എന്തായി പരിണമിച്ചുവെന്ന് നമുക്കറിയാം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കറങ്ങി നടക്കുന്ന അവതാരങ്ങളെ കരുതിയിരിക്കണം എന്നായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഈ അവതാരങ്ങളൊക്കെ പിണറായി വിജയൻ്റെ അടുക്കളക്കാരായി മാറുന്ന കാഴ്ചയാണ്. അപകടം മാരീചൻ്റെ വേഷത്തിലും മയിലായും മറിമാനായും കൂടെ ഉണ്ടാകുമെന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിൽ ജനം തൃപ്തരാണെങ്കിലും കമ്മികളും അന്തങ്ങളും സംഘികളും അത്രയ്ക്കങ്ങോട്ട് തൃപ്തരല്ല. മഹിളാ മോർച്ചകൾ സൗജന്യ യാത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണ്. മോദിജിയുടെ 50 രൂപ പെട്രോൾ എടുത്തടിച്ചാൽ പോരെ എന്നാണ് അവരുടെ ചോദ്യം. ഇനി ഒരു മാസം കാത്തിരിക്കണമെന്ന് ഓർത്താൽ ടൂർ പ്ലാനുകളെല്ലാം തെറ്റും. മഴ വരും. കോവളത്ത് തിരമാലകൾ ശക്തമാകും. മലമ്പുഴയിലെ യക്ഷി പനയിൽ കയറും. ശംഖുമുഖത്തെ മത്സ്യകന്യക കടലിൽ ചാടും. അതിനു മുമ്പ് വേണം മഹിളാ മോർച്ചക്കാർക്ക് ബസ്സിൽ കയറി ഒന്ന് കറങ്ങി അടിക്കാൻ. ആശാവർക്കർമാർക്ക് എന്തുകൊണ്ട് 21,000 രൂപ ശമ്പളമാക്കിയില്ല എന്നാണ് കമ്മി ചാവേറുകളുടെ ചോദ്യം. ആശമാരുടെ ജീവിതത്തെപ്പറ്റി അവർക്കുള്ള ശുഷ്കാന്തി വേറെ ആർക്കുണ്ട്? 6 മാസം കഴിയുമ്പോൾ വരൂ ആശമാരെ, നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യാമെന്ന് പറഞ്ഞ് CITU നിങ്ങളെ വിളിച്ചെന്നിരിക്കും. പാവങ്ങളുടെ പടനായകൻ പരവതാനിയിലൂടെ നടന്നു വന്ന് ആശാസമരം ഉദ്ഘാടനം ചെയ്യും. അന്ന് സുരേഷ് ഗോപി മണിമുറ്റ താവണിപ്പന്തൽ പാടിയിരുന്നെങ്കിൽ അതിനെ വിമർശിച്ച ബിന്ദു കഥകളിപ്പദമാടും. ഇപ്പോൾ സഖാക്കൾക്ക് ഭയമായത് മറ്റൊരു തീരുമാനമാണ്. ആ കുറുവട് സംഘത്തിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. പിണറായി ഭക്തി മൂത്ത് ആഹ്വാനം കേട്ട് അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവന്മാരാണ് അവർ. ഇപ്പോൾ ആഹ്വാനം ചെയ്തവരുമില്ല, ആഘോഷിച്ചവരുമില്ല. എന്തൊരു തിളപ്പായിരുന്നു ആ ഗുണ്ടകൾക്ക്. പേപ്പട്ടികളെ തല്ലും പോലെ 2 യുവാക്കളുടെ തല അടിച്ചു പൊട്ടിച്ചു. അവന്മാർ തികഞ്ഞ അഹന്തയോടെ പിന്നെയും നടക്കുകയാണ്. കേരളത്തിൻ്റെ അവസാന കാലം വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഈ പാവങ്ങൾ കരുതിയിരുന്നത്. അതിലൊരുത്തനെ പിണറായി ഇൻസ്പെക്ടറാക്കി. അയാളുടെ തോളിൽ എത്രയെത്ര നക്ഷത്രങ്ങളായിരുന്നു. ഒരു രക്ഷാപ്രവർത്തനത്തിന് 1 നക്ഷത്രം എന്നതായിരുന്നു കണക്ക്. അനിൽകുമാർ എന്ന് പറയുന്ന ഗൺമോൻ രമേശ് ചെന്നിത്തലയുടെ പഴയ ആളായിരുന്നുവെന്ന വാർത്തയുണ്ട്. ചെന്നിത്തല തന്നെ ചിലപ്പോൾ അയാളെ സംരക്ഷിച്ച് വേണമെങ്കിൽ ഗൺമാൻ ആക്കിയെന്നും വരും. ഇതിനിടയിൽ കമ്മികൾ ആഹ്ലാദത്തോടെ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രമുണ്ട്. സത്യപ്രതിജ്ഞയ്ക്കിടയിൽ പറവൂരുകാരിയായ സീതാലക്ഷ്മി അമ്മാൾ വേദിയിൽ കയറി ചെന്നു. അവരെ രാഹുൽ ഗാന്ധിയും സതീശനും ചേർത്ത് പിടിച്ചു. അതൊരു നാടകമായിരുന്നുവെന്നാണ് BJPക്കാരും പറയുന്നത്. മനുഷ്യത്വത്തിൻ്റെ കാഴ്ചകളെല്ലാം അവർക്കിപ്പോൾ ഫലിതങ്ങളായി മാറിക്കഴിഞ്ഞു. പിണറായി വിജയൻ അടുത്തു ചെല്ലുന്നവരെ ആട്ടിവിടുന്നത് ക്ഷോഭത്തിൻ്റെ സൗന്ദര്യമാണ്. എന്നാൽ അരികിലെത്തുന്നവരെ ചേർത്ത് പിടിക്കുന്നത് നാടകമാണ്. അമ്മാളിൻ്റെ കയ്യിൽ കറുത്ത ഒരു തുണിസഞ്ചി ഉണ്ടായിരുന്നു.
അവർ ധരിച്ചിരുന്നത് കറുത്ത ബ്ലൗസാണ്. ഈ വേഷത്തിൽ പാവം പിണറായിക്കരികിൽ ചെന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഈ സർക്കാരിൻ്റെ പ്രധാന തീരുമാനങ്ങൾ വയോജനക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് എന്നതാണ്. അപ്പോൾ നാടകത്തിനുള്ളിൽ ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. വയോജനങ്ങളെ ആട്ടി ഓടിക്കുകയല്ല വേണ്ടതെന്നും ആ കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജനം ആശ്വസിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ചിരിക്കുന്ന മരപ്പാവയ്ക്ക് പകരം മനുഷ്യനെ നോക്കി ചിരിക്കുന്ന പരാതികൾ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തെ ചിരിയല്ല, ജനത്തിൻ്റെ മുഖത്തെ ചിരിയാണ് മായാതെ നോക്കേണ്ടത്.